ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാ വാ വാദ്യാർ എന്ന കാർത്തിയുടെ തമിഴ് മൂവി സ്റ്റോറിയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുത്ത MGR ഫാനായ ഒരാൾക്ക് ഒരു കൊച്ചുമകൻ ഉണ്ടാവുകയാണ്. അയാൾ MGRന്റെ പുനർജന്മമാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെ MGRനെ പോലെ തന്നെ നല്ലൊരു ആളാക്കാൻ അയാൾ ശ്രമിക്കുകയാണ്. പിന്നീട് നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളും വാദ്യാരെ പോലെ തന്നെ ആവുന്ന കൊച്ചുമകൻ്റെ കഥയുമാണ് വാ വാ വാദ്യാർ എന്ന മൂവി. സോ കൂടുതൽ സ്പോയിലേഴ്സ് ഇല്ലാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് MGRന്റെ സിനിമ കാണാനായി രാത്രി തിയേറ്റർ തുറന്ന് അവിടെയുള്ള തിയേറ്ററിന്റെ തൊഴിലാളിയെ കൊണ്ട് MGRന്റെ സിനിമ ഇടിപ്പിച്ച് കാണുന്ന രണ്ട് MGR ഫാൻസിനെയാണ്. അവർ MGRന്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കെ അവിടെ തിയേറ്റർ ഓഫ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വന്ന് തിരക്കിയപ്പോഴാണ് അറിയുന്നത് MGR മരിച്ചുപോയെന്ന്. ആ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് അയാളോട് ഒരാൾ വന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു കൊച്ചുമകൻ ഉണ്ടായെന്ന്. വളരെ വിഷമത്തോടെയാണെങ്കിലും തൻ്റെ കൊച്ചുമകനെ കാണാനായി ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ആ സമയത്താണ് പുള്ളി ഓർക്കുന്നത്, MGRന്റെ കാലിലുണ്ടായിരുന്ന അതേ പാട് തൻ്റെ കൊച്ചുമകൻ്റെ കാലിലുമുണ്ട്. MGR മരിച്ച അതേ സമയത്തുമാണ് അവൻ ജനിച്ചിരിക്കുന്നത്. സോ ഇത് MGRന്റെ പുനർജന്മമാണെന്ന് അയാൾ വിശ്വസിക്കുകയാണ്. അയാൾ തൻ്റെ കൊച്ചുമകന് രാമചന്ദ്രൻ എന്ന് പേരിടുന്നു. രാമു എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. MGR തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന എല്ലാ നല്ല കാര്യങ്ങളും തൻ്റെ കൊച്ചുമകൻ്റെ ജീവിതത്തിലും വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അവനെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെയും, കൂടാതെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് അവനെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെയിരിക്കെ അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു ലോട്ടറി അടിക്കുകയാണ് 50,000 രൂപയുടെ. പക്ഷേ അത് തൻ്റെ അപ്പൂപ്പൻ കീറിക്കളയുകയാണ്. തൻ്റെ അപ്പൂപ്പന് ബുള്ളറ്റ് വാങ്ങി കൊടുക്കണം എന്നുള്ള സന്തോഷത്തിലാണ് അവൻ അതുമായി അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷെ അയാൾ പറയുന്നു, MGR പറഞ്ഞതുപോലെ നമ്മൾ അധ്വാനിച്ച് മാത്രമേ ജീവിക്കാവുള്ളെന്ന്. അത് അവന് വലിയൊരു ട്രോമയാവുകയാണ്. ആളുകളൊക്കെ അവനെ ആ കാര്യം പറഞ്ഞ് കളിയാക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് അവൻ MGR പടത്തിൽ അതിൻ്റെ വില്ലനെ കാണുന്നത്. അതിൽ അവൻ ഒത്തിരി ഇൻസ്പയർ ആവുന്നു. സോ വില്ലനെ പോലെ കൂടുതൽ കാശ് സമ്പാദിക്കണം എന്നുള്ള രീതിയിലേക്ക് അവൻ മാറുകയാണ്. പക്ഷേ അവൻ്റെ മുത്തച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാളിപ്പോഴും തൻ്റെ കൊച്ചുമകൻ നല്ലൊരു വ്യക്തിയായിട്ടാണ് വളർന്നതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രാമു ഇപ്പോൾ വളർന്നു വലുതായി പോലീസ് ഇൻസ്പെക്ടറായി മാറിയിരിക്കുകയാണ്. അഴിമതിക്കാരനും എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന ഒരു പോലീസായിട്ടാണ് രാമു ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അവനെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ് പോലീസുകാർ തന്നെ. കേസ് കോടതിയിലെത്തുന്നു. കോടതി ചെല്ലുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ യൂണിഫോം ഇട്ടിരിക്കുന്നതെന്ന്. ഈ യൂണിഫോം ഇട്ടാലേ ആളുകൾക്ക് എന്നോട് റെസ്പെക്റ്റ് തോന്നത്തുള്ളൂ, ഇത് വില കൂടിയ തുണിയാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് ജഡ്ജിക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട്. അവന് 6 മാസം സസ്പെൻഷൻ കൊടുക്കുകയാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തൻ്റെ അപ്പൂപ്പൻ കണ്ണാടി കാണുന്നില്ല എന്നും പറഞ്ഞ് അവിടെയൊക്കെ തപ്പി നടക്കുകയാണ്. ഈ സമയത്ത് പറയുന്നുണ്ട്, ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അയാൾക്ക് നിന്നെ കാശ് ഒതുക്കാനാണ്. പക്ഷേ എൻ്റെ കൊച്ചുമൻ അതിലൊന്നും വീഴില്ലെന്ന് അയാൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ ആ മുത്തച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ MGR ഫാൻ കുതിരപ്പുറത്ത് അവിടെ വരുന്നുണ്ട്. ഈ ടൈമിൽ രാമു അയാളുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ വട്ടൊക്കെ കുറച്ച് കൂടുന്നുണ്ട്, ഇനി കൂടിക്കഴിഞ്ഞാൽ ഭ്രാന്താശുപത്രിയിലാക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് പളനിസ്വാമി എന്ന് പറഞ്ഞ ആൾ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നതാണ്. രാമക്കോയിൽ അയാളുടെ കമ്പനിക്കെതിരെ സമരക്കാർ സമരം നടത്തുകയാണ്. അവരെ വെടിവെച്ച് കൊല്ലണമെന്നാണ് അയാളുടെ ആവശ്യം. അവിടെ ടെററിസ്റ്റുകളുണ്ട് എന്ന വ്യാജേന ഓർഡർ ഇടാനാണ് പളനിസ്വാമി മന്ത്രിയുടെ അടുത്ത് പറയുന്നത്. പക്ഷേ മന്ത്രിയെ നിഷേധിക്കുകയാണ്. 142 യൂറോസ് തരാമെന്ന് പറയുമ്പോൾ അവസാനം മന്ത്രി പളനിസ്വാമി പറഞ്ഞതനുസരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സസ്പെൻഷനിലായ നമ്മുടെ രാമുവിനെയാണ്. അവിടേക്ക് പുതിയ DSP ഇൻചാർജിന് വന്നിരിക്കുന്നു. അയാൾ രാമുവിനെ അവിടെ കണ്ടതും സസ്പെൻഷനിലാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെയെന്ന് പറഞ്ഞിട്ട് അവനോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് താൻ കൈക്കൂലി മേടിച്ച് നടത്തുന്ന ഒരു ബാറുണ്ട്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന് ബാർ ഓണറുടെ അടുത്ത് ചോദിക്കുകയാണ്. അവിടെ കള്ളുകുടി, അഴിമതിയും പെണ്ണുപിടിയും ഒക്കെയാണ് നടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ DSPയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാമുവിൻ്റെ വീട്ടിൽ അവൻ തൻ്റെ അപ്പൂപ്പൻ്റെ കണ്ണാടി എടുത്ത് ആരും കാണാതെ അച്ഛൻ്റെ കൊണ്ട് കൊടുക്കുന്നതാണ്. കാരണം അവൻ സസ്പെൻഷനിലായ വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ വാർത്ത അപ്പൂപ്പൻ ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കണ്ണാടി എടുത്ത് പാത്ത് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം നൈറ്റ് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി തനിയെ റോഡിൽ കൂടെ പോകുന്ന കാണുന്നു. അവളുടെ അടുത്ത് ഒരു മൂങ്ങയും ഉണ്ടായിരുന്നു. അവൾ അതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്ന അപകടമാണ്, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടാമെന്ന്. അവൾ പറയുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. അതിനുശേഷം അവൾ അവളുടെ 2 വീലറിൽ പോവുകയാണ്. ആ ടൈമിലാണ് ഫ്രണ്ട് പറയുന്നത്, നീ അവളുടെ നമ്പർ വാങ്ങിക്കാൻ മറന്നുപോയെന്ന്. അപ്പോൾ തന്നെ വണ്ടി തിരിച്ച് ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് പോവുകയാണ്. പക്ഷെ പോകുന്ന വഴി കാണുന്നത് ഒരു കാറ് വളരെ സ്പീഡിൽ പോയി ഒരാളെ ഇടിച്ചിടുന്നതാണ്. കാർ ആക്സിഡൻറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി സ്പോട്ടിൽ ചെല്ലുമ്പോൾ ആ കാർ ഇടിച്ച് 2 വീലറിലുണ്ടായിരുന്ന ആൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ കാറിലുണ്ടായിരുന്ന ആളുടെ ഫോണ് ഫേസ് ലോക്ക് മാറ്റി അതിലുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇതുപോലെ കാർ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ആ കാറ് ചെന്ന് ഇടിച്ച വണ്ടിയിലുള്ള ആൾ മരിച്ചു പോയെന്ന് ആ ഫോൺ എടുത്ത ആളുടെ അടുത്ത് പറയുന്നു. ഫോൺ എടുത്ത ആളുടെ പേര് മണി എന്നാണ്. പെരിയസ്വാമിയുടെ മാനേജറാണ്.
പെരീസാമ്മയുടെ മോളാണ് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളത്. സോ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്, നിങ്ങളിത് എങ്ങനെയെങ്കിലും ഒതുക്കണം എന്ന് രാമുവിൻ്റെ അടുത്ത് പറയുകയാണ്. രാമു അത് അങ്ങനെ തന്നെ ചെയ്യുന്നു. പക്ഷേ അതിനവൻ പകരം ചോദിക്കുന്നത് അവൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുക എന്നുള്ള കാര്യമാണ്. പെരീസാമ്മ മണിയുടെ അടുത്ത് ചെയ്തു കൊടുക്കാനായി പറയുകയാണ്. അങ്ങനെ സസ്പെൻഷൻ മാറി രാമു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അടുത്ത ദിവസം മണി രാമുവിനെ വിളിച്ചിട്ട് ആക്സിഡൻറ്റ് നടന്ന കാര്യം പറഞ്ഞ് ഒരു കുട്ടി യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഞാൻ ലിങ്ക് അയക്കാം, നീ കണ്ടു നോക്കുമെന്ന് പറയും. ആ യൂട്യൂബ് വീഡിയോയിൽ അന്ന് രാത്രി തനിച്ച് വന്ന ആ പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് വു എന്നാണ്. അവൾ ആത്മാക്കളുമായി സംസാരിക്കുന്നതാണ്. അന്ന് രാത്രി അവിടെ ആക്സിഡൻറ്റ് നടന്നപ്പോൾ അവിടുത്തെ ആത്മാവുമായിട്ട് ഈ പെൺകുട്ടി സംസാരിച്ചിരുന്നു. ആ ആത്മാവ് പറയുന്നുണ്ട് തന്നെ കൊന്ന ആളെ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. സോ ആ ആത്മാവിന് വേണ്ടി പോരാടണം എന്നാണ് വു ആ ചാനലിൽ കൂടെ പറയുന്നത്. രാമു അടുത്ത ദിവസം വുവിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, നിനക്കെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാനും ആത്മാക്കളുടെ അടുത്ത് സംസാരിക്കാനും സാധിക്കുമെന്ന്. അവന് വിശ്വാസം വരാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ മരിച്ചുപോയ അവൻ്റെ അമ്മൂമ്മയുടെ ആത്മാവുമായിട്ട് സംസാരിക്കാമെന്ന് അവൾ പറയുന്നു. സംസാരിച്ച ശേഷം അവൾ പറയുകയാണ്, നീ എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിക്കണം, അതോടൊപ്പം അപ്പൂപ്പനെ പറ്റിക്കുന്നത് നിർത്തണമെന്നുമാണ് അമ്മൂമ്മ പറയുന്നത്. അവളുടെ മുഖം ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് മൈൻഡ് റീഡിങ് നടത്തുന്നത്. അങ്ങനെ 3-4 തവണ കേട്ട് കഴിയുമ്പോൾ രാമുവിന് ഓട്ടോമാറ്റിക്കലി ആ പെണ്ണോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. ഈ ടൈമിൽ നമ്മുടെ രാമുവിൻ്റെ അപ്പൂപ്പന് കളഞ്ഞുപോയ കണ്ണാടി ഒരു കൊച്ചുകുട്ടി എടുത്തു കൊടുക്കുകയാണ്. ഈ ടൈമിൽ മഞ്ഞമുഖം എന്ന് പറയുന്ന ഒരു ഗ്യാങ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പെരീസാമ്മയുടെയും ആ ചീഫിൻ്റെയും ആ പ്ലാൻ പുറത്തു വിടുകയാണ്. അതായത് പെൽക്കോ എന്ന കമ്പനിക്ക് മുന്നിൽ കുറേ സമരക്കാർ സമരം നടത്തുന്നുണ്ടല്ലോ, അതിൽ ടെററിസ്റ്റ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് അവരെല്ലാം എൻകൗണ്ടർ ചെയ്യാനായിരുന്നു ആ പ്ലാൻ. ആ പ്ലാൻ ഈ മഞ്ഞമുഖം എന്ന് പറയുന്ന ആളുകൾ അവരുടെ ചാനലിലൂടെ പുറത്തു വിടുന്നു. ഇത് ന്യൂസും നാട്ടുകാരും ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. പെൽക്കോ പൂട്ടണമെന്ന് പറഞ്ഞ് ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കുന്നു. ഈ ടൈമിൽ ചീഫ് വിളിച്ച് പെരിയസ്വാമിയെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ 142 യൂറോസ് ഞാൻ എന്തായാലും തരുമെന്ന്. അതിനുശേഷം നമ്മുടെ പെൽക്കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാളുകളെയെല്ലാം ഓൺലൈനായിട്ട് വിളിച്ചിട്ട് പെരിയസ്വാമി പറയുകയാണ്, ഗവൺമെൻറ്റിന് എന്തായാലും 142 യൂറോ നമ്മൾ എന്തായാലും കൊടുക്കണം, കാരണം അവർ നമ്മളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 10 ദിവസത്തിനകം ഇതെല്ലാം ഞാൻ സോൾവ് ചെയ്തിരിക്കും. അതുവരെ എൻ്റെ പേഴ്സണൽ അസറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ജാമ്യത്തിൽ വെക്കുകയാണ്. മാത്രമല്ല മഞ്ഞമുഖം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ എല്ലാവരെയും എൻകൗണ്ടർ ചെയ്ത് കൊല്ലാനും ഞാൻ ഓർഡർ ഇടാമെന്ന് പറയുന്നു. ഈ ടൈമിൽ ഒരു മന്ത്രി വന്നിട്ട് ന്യൂസിൽ പറയുകയാണ്, ഞങ്ങൾ പ്രത്യേക ഒരു ടീമിനെ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ കണ്ടുപിടിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന്. ഇത് കേട്ടിട്ട് രാമുവിന് മനസ്സിലാവുന്നു പെരിയസ്വാമിക്ക് ഇതുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. കാരണം മണിയെ ആ മന്ത്രി പത്രസമ്മേളനം നടത്തുന്ന ടൈമിൽ TV-യിൽ രാമു കണ്ടിട്ടുണ്ടായിരുന്നു. സോ മണിയുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ പെരിയസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെ അവിടെ പോയി അയാളെ നേരിട്ട് കണ്ടിട്ട് ആ ഒരു ടീമിലേക്ക് രാമുവിനെയും കൂടെ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ വാർത്ത മഞ്ഞമുഖം എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടിയെന്ന്. അതായത് മണിയുടെ, ചീഫിൻ്റെ, പിന്നെ ഒരു പോലീസുകാരൻ്റെ, ഇവരുടെ 3 പേരുടെയും ഫോണ് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഹാക്കായി പോയിട്ടുണ്ട്. സോ ഇവർ തമ്മിൽ ഫോൺ വിളിക്കുന്നതെല്ലാം ഈ ഹാക്കേഴ്സ് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ടൈമിൽ ഇവരെ എങ്ങനെ പൂട്ടാമെന്ന് ഓരോ പോലീസുകാരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ രാമുവിന് ഒരു ബുദ്ധി തോന്നുന്നു. അവൻ പറയും, നമുക്ക് ഈ ഫോണിൽ നിന്ന് അവർ അറിയണം എന്ന രീതിയിൽ ഒരു കോൺവെർസേഷൻ മന്ത്രിമാർക്കിടയിൽ നടത്താമെന്ന്. അതായത് ഒരു മന്ത്രി മറ്റേ മന്ത്രിയെ വിളിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ കുറേ ആക്ടിവിസ്റ്റുകൾ ഗ്രൂപ്പുകളുണ്ടല്ലോ, സാധാരണക്കാർ, അവരാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ട് അവരെ എൻകൗണ്ടർ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവർ പരസ്പരം സംസാരിക്കണം. അപ്പം മഞ്ഞമുഖം എന്ന് പറയുന്ന അവർ ഇത് കേട്ടിട്ട് എന്തായാലും ആ ആക്ടിവിസ്റ്റുകളെ രക്ഷിക്കാനായിട്ട് പുറത്തു വരും. ആ ടൈമിൽ നമുക്കവരെ ബ്ലോക്ക് ചെയ്യാമെന്ന് രാമു പറയുകയാണ്. ഈ ഐഡിയ ഇവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഈ ടൈമിലാണ് അപ്പൂപ്പൻ കണ്ണാടി വെച്ച് ആ പത്രം വായിക്കുമ്പോൾ ഇവൻ സസ്പെൻഷനായ കാര്യം പറയുന്നത്. എൻ്റെ കൊച്ചുമകനെ ആരോ ചതിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ ബഹളം ഉണ്ടാക്കുന്നത്. അയാൾ ഒത്തിരി ബഹളം ഉണ്ടാകുമ്പോൾ അച്ഛൻ വന്നിട്ട് അവൻ അത്ര നല്ല ആളൊന്നുമല്ല, ഈ കാലത്ത് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, അച്ഛൻ വിചാരിക്കുന്ന പോലെ അവന് ചെറിയ തരികിടകളൊക്കെ ഉണ്ട് എന്ന് ആ രാമുവിൻ്റെ അച്ഛൻ അവൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ട് പുള്ളി അവിടെ തകർന്നിരിക്കുകയാണ്. ഈ സമയം ഇവരൊരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 മന്ത്രിമാരോട് ഫോണിൽ സംസാരിക്കാനായി പറയുന്നുണ്ട്. അപ്പോൾ അവർ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പിനെയാണ് അവർ ബ്ലോക്ക് ചെയ്തതെന്ന് ആ മഞ്ഞമുഖം എന്ന് പറയുന്ന ഗ്യാങ്ങിന് മനസ്സിലാവും. സോ ആ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മഞ്ഞമുഖം എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഒരുത്തൻ ഒരു പിസ്സ ഡെലിവറി ബോയിയെ പോലെ ആ ആക്ടിവിസ്റ്റുകളുടെ വീട്ടിലെത്തുന്നു. ആ ആക്ടിവിസ്റ്റുകളെ പോലീസുകാരെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ പിസ്സ ഡെലിവറി ചെയ്തിട്ട് അവൻ പോകുന്നു. ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ പയ്യന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ ഒരു വശപിശകുണ്ടെന്ന്.
പോലീസുകാർ ആ പിസ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു മെമ്മറി കാർഡുണ്ട്. അത് പ്ലേ ചെയ്യുമ്പോൾ അതിൽ വരുന്നത്, ഞങ്ങളാണെന്ന് കരുതി നിങ്ങളെ കൊല്ലാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള കാര്യമാണ് മഞ്ഞമുഖത്തിൻ്റെ ആ ഒരു മാസ്ക് അണിഞ്ഞ ആൾ ആ മെമ്മറി കാർഡിൽ പറയുന്നത്. സോ ആ പിസ ബോയിയാണ് ഫോളോ ചെയ്താൽ മഞ്ഞമുഖം എന്ന് പറയുന്ന ആളുകളെ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് രാമുവും അതുപോലെ കുറേ പോലീസുകാരും വന്നിട്ട് അവരെ ഫോളോ ചെയ്യുകയാണ്. ഈ ടൈമിൽ രാമുവിൻ്റെ അമ്മ വിളിച്ച് പറയുന്നുണ്ട്, നിൻ്റെ സത്യങ്ങളെല്ലാം നിൻ്റെ മുത്തച്ഛൻ അറിഞ്ഞു, നീ എത്രയും വേഗം വീട്ടിലെത്തണമെന്ന്. പക്ഷെ അവൻ ഈ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ടൈമിൽ വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്ന് ആ പിസ ബോയിയെ ഫോളോ ചെയ്തിട്ട് ഒരിടത്ത് എത്തുകയാണ്. അവിടെ ചെന്നിട്ട് രാമു, അവിടെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ആ പിള്ളേരെയെല്ലാം അവിടെ കവർ ചെയ്യുന്നു. അതിനുശേഷം പോലീസുകാരെല്ലാം വന്ന് ഇവരെ പിടിക്കുകയാണ്. ആ ടൈമിലാണ് രാമുവിൻ്റെ അമ്മ കോൾ ചെയ്ത് പറയുന്നത്, നിൻ്റെ മുത്തശ്ശൻ മരിച്ചു പോയെന്ന്. ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ രാമു ആകെ തകർന്നു പോവുകയാണ്. തൻ്റെ സത്യങ്ങളെല്ലാം മുത്തച്ഛൻ അറിഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് പുള്ളി മരിച്ചു പോകുന്നത്. ആ വാർത്ത അറിഞ്ഞ് അവൻ അപ്പോൾ തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ 4 പിള്ളേരെ ബാക്കി പോലീസുകാർ പിടിച്ച് അവരുടെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോകുന്നു. മുത്തശ്ശനെ അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ മരണം അവനെ ഒത്തിരി തകർക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കൂട്ടുകാരനും MGRൻ്റെ വേഷത്തിൽ വന്ന് അവിടെ വന്ന് മാല ഇടുകയും ബൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ വന്ന് നമ്മുടെ രാമുവിൻ്റെ അപ്പൂപ്പനെ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാമു ആകെപ്പാടെ തകർന്ന ഒരു അവസ്ഥയിലാണ്. അവിടെ പോലീസുകാരുടെ പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ മുഖത്തിലെ ആളുകൾ രക്ഷപ്പെട്ട എന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. അത് പളനിസ്വാമിയുടെ ഒരു പ്ലാനായിരുന്നത്. പിന്നെ കാണിക്കുന്നത് രാമുവിനെയാണ്. അവൻ തന്നെ മുത്തച്ഛനെ നോക്കി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് MGRൻ്റെ ഫോട്ടോയിൽ നിന്ന് അയാൾ സംസാരിക്കുന്ന പോലെ രാമുവിന് ഫീൽ ചെയ്യുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് നന്നായി കൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാദ്യാർ വന്നിട്ട് നമ്മുടെ രാമുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഈ സമയം അപ്പൂപ്പൻ്റെ ആത്മാവിനെ കാണിക്കുകയാണ്, വാദ്യാരെ എൻ്റെ കൊച്ചുമകനെ നീ നോക്കിക്കോണേ, അവനെ ഒത്തിരി ആളുകൾ ചേർന്ന് അവൻ്റെ നല്ല സ്വഭാവം മാറ്റിയിട്ടുണ്ട്, നീ വേണം അവനെ നല്ലതാക്കാനെന്ന് വാദ്യാർ MGRനോട് പറയുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ടൈമിൽ ആ 4 പിള്ളേരെ ആ പോലീസിൻ്റെ ഒരു രഹസ്യ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് അവരെ വെടിവെക്കാനായിരുന്നു പ്ലാൻ. എന്തോ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് ആ പിള്ളേർ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ പോലീസുകാരെല്ലാം കൂടെ അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നു. ഈ ടൈമിൽ അവിടെ കുതിരപ്പുറത്ത് നമ്മുടെ വാദ്യാർ വരികയാണ്. രാമു തന്നെയാണ് വാദ്യാർ. അവൻ വന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും അടിച്ചൊതുക്കി ആ പിള്ളേരോട് പറയുകയാണ്, നിങ്ങൾ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടു പൊക്കോളാൻ. അടുത്ത ദിവസം രാമു ഉറക്കമുണരുന്നത് വീട്ടിലെ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നാണ്. എന്താണ് അവന് സംഭവിച്ചതെന്ന് അവനും മനസ്സിലാവുന്നില്ല. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റ് പോലീസുകാർ വന്നിട്ട്, നിന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കാണണം, നമ്മുടെ ആ പയ്യന്മാരെ ആരോ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി, കുതിരപ്പുറത്ത് വന്ന ഒരുത്തനാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്, കുറച്ച് പോലീസുകാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറയുന്നു. ഈ ടൈമിൽ രാമുവിൻ്റെ അമ്മ പറയുന്നു, ക്രിയകളൊന്നും അറിയാതെ രാമുവിനെ പുറത്തു വിടാൻ സാധിക്കില്ലെന്ന്. അങ്ങനെ ആ പോലീസുകാർ പോകുന്നു. അടുത്ത ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുകയാണ് രാമു. പെട്ടെന്ന് കുതിരപ്പുറത്ത് അവൻ കയറി എവിടേക്കോ പോവുകയാണ്. അവൻ കൈക്കൂലി മേടിച്ച് ഒരു ബാറ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് അനീതിക്ക് എതിരായിട്ടുള്ള കാര്യമല്ലേ. അവിടെ ചെന്നിട്ട് അവരെല്ലാം അടിച്ചൊതുക്കുകയാണ്. ഇനിയും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ നടത്താൻ പാടില്ലെന്ന് അതിൻ്റെ ഓണേഴ്സിനെ വാൺ ചെയ്യുന്നുണ്ട്. കൂടാതെ അവൻ പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ ഒരാൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ആ തട്ടിക്കൊണ്ട് പോയമാരെല്ലാം അടിച്ച് ശരിയാക്കി ആ പെൺകുട്ടിയെ രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ 2 കപ്പിൾസിൽ 2 പേരെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പം അവരെയും പോയി രക്ഷിക്കുന്നു. അങ്ങനെ ഒരു രാത്രി കൊണ്ട് വാദ്യാരെ ആ ലോകം മൊത്തം അറിയുകയാണ്. കുതിരപ്പുറത്ത് വാദ്യാർ MGR സ്റ്റൈലിൽ വന്നിട്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നു എന്നായിരുന്നു വാർത്തയ്ക്കകത്തുള്ളത്. അങ്ങനെ മുത്തശ്ശൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രാമു. രാമു പറയുന്നു, മുത്തശ്ശൻ ഫോട്ടോയിലും എന്ത് പ്ലസൻ്റായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന്. ആ സമയത്ത് ആ ബാർ ഉടമകൾ വന്ന് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഒരുത്തൻ വന്നിട്ട് ബാറെല്ലാം തല്ലി തകർത്തു, ഇനി ഇങ്ങനെയൊക്കെ നടത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. രാമു പറയുന്നത്, നിങ്ങൾ പോക്കോ, ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ആ ടൈമിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പളനിസ്വാമി വിട്ടിട്ട് പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പളനിസ്വാമി നമ്മുടെ രാമുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിനക്ക് ഞാൻ 1 കോടി രൂപ തരാം, അല്ലെങ്കിൽ എൻ്റെ മൊത്തം രാഷ്ട്രീയ ഭാവി തന്നെ ഇവിടെ ഇല്ലാതാകും. ഞാൻ ഒത്തിരി പേരെ കൊലയും ചെയ്തിട്ടാണ് ഈ നിലയിൽ എത്തിയത്, അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നീ എന്തായാലും ആ മഞ്ഞമുഖം എന്ന് പറയുന്ന ആ കുട്ടികളെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. അങ്ങനെ രാമു അത് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം അവൻ ഒത്തിരി അടുത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എന്നും രാവിലെ അവൻ വാട്ടർ ടാങ്കിൽ എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് തന്നെ അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചായിട്ട് അവൻ തോന്നുന്നു.
അപ്പോഴാണ് അവൻ വൂവിൻ്റെ കാര്യം ഓർക്കുന്നത്. അങ്ങനെ അവൻ വൂവിനെ ചെന്ന് കാണുന്നു. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് ഇവനെന്തോ മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് ഹിപ്നോട്ടിസം ചെയ്യുന്ന ടൈമിലാണ് വൂ പെട്ടെന്ന് വാദിയാരായിട്ട് മാറുന്നത്. എന്നിട്ട് വാദിയാർ പറയുന്നുണ്ട്, ഞാൻ രാമുവിൻ്റെ ഉള്ളത് രാമു ഒരിക്കലും അറിയരുത്, അവനറിയാതെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വൂവിൻ്റെ അടുത്ത് പറയുന്നു. ഇത് കണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ വരുന്ന ആ ഡോക്ടർ തല കറങ്ങി വീഴുന്നുണ്ട്. സോ വൂവിന് മനസ്സിലാവും നമ്മുടെ രാമു തന്നെയാണ് വാദിയാർ എന്നുള്ള കാര്യം. ആ ടൈമിൽ വൂ പറയുന്നുണ്ട്, ഇതൊരിക്കലും വാദിയാരുടെ ആത്മാവല്ല, ഞാൻ അങ്ങനെയാണെന്നാണ് വിചാരിച്ചതെന്ന്. അപ്പോൾ പറയുന്നു, ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്തായാലും നീ ആയിട്ടില്ല എന്ന് വൂവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാമു അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അവൻ ഫുഡും സാധനങ്ങളും എല്ലാം മേടിച്ചിട്ട് ആ മഞ്ഞമുഖത്തിലെ ആ കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി അവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നു. അടുത്ത ദിവസം അവൻ രാവിലെ വാട്ടർ ടാങ്കിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അവനെന്താ സംഭവിക്കുന്നതെന്ന് അവന് തന്നെ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ രാമു ടോട്ടലി ഇറിറ്റേറ്റഡ്. രാമുവിൻ്റെ അടുത്ത് മണി പറയുകയാണ്, നീ അന്ന് പ്രയോഗിച്ച പോലെ ബുദ്ധി നമുക്ക് പ്രയോഗിക്കാം. കാരണം വൂ എന്ന പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വാദ്യാർ പോകുന്ന ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. സോ അവളെ നമുക്ക് ട്രാപ്പിലാക്കി കഴിഞ്ഞാൽ അവളെ രക്ഷിക്കാനായിട്ട് വാദ്യാർ എന്തായാലും വരുമെന്ന്. സോ രാമുവും ആ പ്ലാന് സമ്മതം മൂളുകയാണ്. അങ്ങനെ വൂവിനെ ഒരു ടെറസിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് ആ രാമുവും ബാക്കി പോലീസുകാരുമൊക്കെ താഴെ അവിടെ CCTV ക്യാമറയിൽ വാദ്യാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ടൈമിൽ വൂ അവിടെയുള്ള പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളല്ലേ നല്ലൊരു അടി അടിക്കുമെന്ന്. അപ്പോൾ അയാൾ പറയുന്നത് എന്തിനാണെന്ന്. അടിയടിച്ചാൽ മാത്രമേ വാദ്യാർ വരുള്ളൂ എന്ന് വൂ പറയുകയാണ്. അങ്ങനെ ആ പോലീസുകാരൻ വന്നിട്ട് വൂവിൻ്റെ കരണക്കുറ്റി നോക്കി നല്ലൊരു അടി കൊടുക്കുന്നു. ആ അടിയിൽ അവൾ അവിടെ കിടന്ന് സേവ് മീ എന്ന് കിടന്ന് അലറുകയാണ്. അപ്പം തന്നെ അവിടുത്തെ കറണ്ട് പോയിട്ട് നമ്മുടെ രാമു തന്നെ ഓട്ടോമാറ്റിക്കലി വാദ്യാരായിട്ട് അവിടെയുള്ള പോലീസുകാരനെ അടിച്ചിടിച്ച് താഴെ ഇടുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് രാമു ആവുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അവന് മനസ്സിലാവുന്നില്ല. പിന്നെയും ഇൻസിഡൻ്റായിട്ട് അവൻ വാദ്യാറാകുന്നു. ബാക്കി പോലീസുകാരെല്ലാം അടിച്ചൊടിച്ച് അവിടെ നിന്ന് നമ്മുടെ വൂവിനെ രക്ഷപ്പെടുത്തി ഒരു കുതിരപ്പുറത്ത് വിടുകയാണ്. അടുത്ത ദിവസം രാമു ഉറക്കമുണരുന്നത് വാട്ടർ ടാങ്കിനകത്താണ്. ഈ ടൈമിൽ നമ്മുടെ രാമുവിൻ്റെ അമ്മ പറയുന്നു, എടാ ഏറ്റവും മുകളിലത്തെ നിലയിൽ ആരൊക്കെയുണ്ട്, അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നെന്ന്. രാമു ഓടി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മഞ്ഞമുഖം എന്ന് പറയുന്ന ആ ചാനലിലെ കുട്ടികളാണ്. അവരവിടെ എങ്ങനെ വന്നെന്ന് ഇവനും അറിയില്ല. അവൻ പെട്ടെന്ന് അവരോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ആ ടൈമിൽ തന്നെ രാമു വാദ്യാരാവുകയാണ്. എന്നിട്ട് വാദ്യാർ തന്നെ പറയുന്നുണ്ട്, രാമുവിൻ്റെ മുന്നിൽ ഞാൻ ഇപ്പോൾ വരണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷേ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടുള്ളൂ, രാമു നിങ്ങളെ തടയുന്നതിന് മുമ്പെന്ന് പറയും. സോ ആ കുട്ടികളും രാമു അവിടുന്ന് പോയിട്ട് വൂവിൻ്റെ വീട്ടിൽ കൊണ്ട് അവരെല്ലാം ആക്കുകയാണ്. പളനിസ്വാമി കഴിഞ്ഞ ഡെഡ് ലൈൻ കഴിഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ അസറ്റ്സ് എല്ലാം ആ വെൽക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ആളുകൾ വന്നിട്ട് ഫുൾ അസറ്റ്സും വാങ്ങിച്ചെടുക്കുകയാണ്. ഈ ടൈമിൽ റോഡിൽ അബോധാവസ്ഥയിൽ വീണ് കിടക്കുകയായിരുന്നു രാമു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് അവന് ഒട്ടും മനസ്സിലാവുന്നില്ല. അവൻ എഴുന്നേറ്റ് വീട്ടിൽ വരുമ്പോഴാണ് പോലീസുകാർ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥർ നിന്നെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അവിടുത്തെ ഇൻസ്പെക്ടർ പറയുന്നു. അങ്ങനെ രാമുവുമായിട്ട് മണിയും ബാക്കി പോലീസ് ഉള്ളിടത്തും ചെല്ലുന്നു. മണി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ നിൻ്റെ ശരീരഘടനയുമായിട്ട് വാദ്യാരുടെ ശരീരത്തിന് ഒരു സാമ്യം തോന്നിയോണ്ട് തന്നെ നിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വാദ്യാരുടെ ഫിംഗർ പ്രിൻറ്റുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കണം എന്ന് പറയുന്നു. അങ്ങനെ രാമു അതിന് സമ്മതിക്കുകയാണ്. അപ്പം രാമു ആ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഫിംഗർ പ്രിൻറ്റ് വാദ്യാരുടെ നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. രാമുവിന് തൻ്റെ കാര്യങ്ങളിൽ തന്നെ എന്തൊക്കെയോ സംശയമുള്ളതുകൊണ്ട് അവൻ പെട്ടെന്ന് ടെൻഷനായിട്ട് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു. ആ ടൈമിൽ രാമു തന്നെ പെട്ടെന്ന് വാദ്യാരായിട്ട് ആ മഞ്ഞപ്പടയ്ക്കും വൂവിനും ഫോൺ ചെയ്യുകയാണ്. ആ പിള്ളേർ വലിയ ഹാക്കേഴ്സ് ആണല്ലോ, സോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവിടുത്തെ വൈഫൈയുമായിട്ട് ഫോണൊന്ന് കണക്ട് ചെയ്താൽ മതിയെന്ന് പറയും. അങ്ങനെ വാദ്യാർ പെട്ടെന്ന് രാമു ആവുന്നു. രാമുവിൻ്റെ അടുത്ത് ആ പിള്ളേർ പറയുന്നു, ഞങ്ങൾ പറയുന്ന പോലെ ആ വൈഫൈയുമായിട്ട് നിങ്ങളുടെ ഫോണൊന്ന് കണക്ട് ചെയ്യൂ, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുകൊള്ളാമെന്ന്. സോ പോലീസുകാർ കാണാതെ രാമു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അടുത്ത് പോയി വൈഫൈയുടെ പാസ്വേഡ് മേടിച്ച് ഫോൺ കണക്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് ഇവനെ കാണാഞ്ഞ് പോലീസ് ഓടി വരുമ്പോൾ ഇവൻ അവിടെ നിന്ന് ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇരിപ്പുണ്ട്. സോ ആ ടൈമിൽ ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്ത് വരുമ്പോൾ ആദ്യം മാച്ച്ഡ് എന്നാണ് കാണിക്കുന്നത്. ബട്ട് പെട്ടെന്ന് ആ കുട്ടികൾ അവിടെ ഏതോ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് മാച്ച്ഡ് എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ആദ്യം ഇത് മാച്ച്ഡ് ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇത് അൺമാച്ച്ഡായി, കമ്പ്യൂട്ടറല്ലേ, ഒരിക്കലും തെറ്റ് പറ്റില്ല എന്ന് എല്ലാവരും പറയുന്നു. പിന്നെയും അവർ ഒരു സംശയ കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, പക്ഷെ ഫെയിൽഡ് ആയിരുന്നു. മണി പറയുന്നുണ്ട്, നിനക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്, ജസ്റ്റ് ഒരു സംശയം, അത് ക്ലിയർ ചെയ്യുന്നേ ഉള്ളെന്ന്. സോ തിരിച്ച് രാമു വീട്ടിലെത്തുകയാണ്.
പോകുന്ന വഴിക്ക് അവൻ കാറിലിരുന്ന് കുറേ നേരം അലറുന്നുണ്ട്. കൂടെയുള്ള പോലീസുകാരൊക്കെ വിചാരിക്കും ഇവന് എന്ത് പറ്റിയതാണ്. ഈ ടൈമിൽ വാദ്യാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ വു എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ടെറസിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ചാടാൻ നിൽക്കുന്ന പോലെ സേവ് മീ എന്ന് പറഞ്ഞ് അലറും. ആ ടൈമിൽ വാദ്യാർ വന്നിട്ട് അവളെ രക്ഷിക്കുകയാണ്. പിന്നീട് അവിടെ ഒരു സോങ് ആണ് നടക്കുന്നത്. പിന്നീട് മഞ്ഞപ്പട വാദ്യാരുടെ അടുത്ത് പറയുന്നുണ്ട്, പളനിസ്വാമിയുടെ മോളായ മാലിനിയുടെ ഫിംഗർ പ്രിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ സാധിക്കുമെന്ന്. സോ വാദ്യാർ ഒരു കുതിരപ്പുറത്ത് ചാട്ടുവാറമായി ചെന്നിട്ട് മാലിനിയെ കുറേ അടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. ആ ടൈമിൽ വൂ വന്നിട്ട് മാലിനിയെ രക്ഷിക്കുക എന്ന വ്യാജേന അവളുടെ ഫോൺ മാലിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവളുടെ ഫിംഗർ പ്രിൻ്റ് ശേഖരിക്കുകയാണ്. ഈ ടൈമിൽ മഞ്ഞപ്പട ആ ഫിംഗർ പ്രിൻ്റ് ഹാക്ക് ചെയ്തിട്ട് അവളുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നു. ഇത് അറിഞ്ഞ പളനിസ്വാമി ദേഷ്യം പിടിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും മീറ്റിങ്ങിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ്. ഇവിടെ ജനങ്ങൾക്കും സുരക്ഷിതത്വമില്ല, എൻ്റെ കാര്യത്തിലും സേഫ്റ്റി ഇല്ല. സോ ഇനി ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പോവുകയാണ്. ഒരു 3 ദിവസത്തേക്ക് ഈ സിറ്റി എൻ്റെ കൺട്രോളിൽ തരണമെന്ന് അവരടുത്ത് പറയുന്നു. അതിനുശേഷം അയാൾ വിവിധ ടൈപ്പിലുള്ള ഗുണ്ടകൾക്കും അതുപോലെ നൊട്ടോറിയസ് ക്രിമിനൽസിനുമെല്ലാം ഈ വാദ്യാരെ കൊല്ലുന്നവർക്ക് 1 കോടി രൂപ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവരെ കൊല്ലാനായിട്ട് വാദ്യാരെ കൊല്ലാനായിട്ട് ആ ക്രിമിനൽസ് എല്ലാം ആ സിറ്റിയിലേക്ക് വരികയാണ്. ഈ ടൈമിൽ ആ കുട്ടികൾ, ആ മഞ്ഞപ്പടയിലെ കുട്ടികൾ മാലിനിയുടെ ആ ഒരു ഇത് വെച്ച് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഹാക്ക് ചെയ്തിട്ട് അവർ എന്തോ ഒരു വലിയ രഹസ്യം അവളുടെ ലാപ്ടോപ്പിൽ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതുപോലെ വാദ്യാർ രാത്രി കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ഈ ക്രിമിനൽസ് എല്ലാം അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അവസാനം ഒത്തിരി ഗുണ്ടകൾ വരുന്നുണ്ട്. എല്ലാവരും വാദ്യാരെ ലക്ഷ്യം വെച്ചാണ് വരുന്നത്. എല്ലാവരെയും വലിയൊരു ഹോളിലേക്ക് വാദ്യാർ കൊണ്ടുവരികയാണ്. അതിനുശേഷം അവിടെ വലിയൊരു അടിയാണ്. എല്ലാവരെയും വാദ്യാർ അടിച്ച് തകർക്കുന്നുണ്ട്. ഈ ടൈമിൽ എല്ലാ ന്യൂസിലും മഞ്ഞപ്പട മാലിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ വീഡിയോ ക്ലിപ്പ് സ്പ്രെഡ് ചെയ്യുകയാണ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ തുടക്കത്തിൽ പളനിസ്വാമിയും ചീഫും കൂടെ കുറേ ആളുകളെ എൻകൗണ്ടർ എന്ന വ്യാജേന കൊല്ലാം എന്നൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പളനിസ്വാമിയുടെ വാച്ചിൽ ഒരു വീഡിയോ റെക്കോർഡർ ഉണ്ടായിരുന്നു. സോ അതുവഴി ഇതെല്ലാം അയാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു മാലിനിയുടെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെ കൂട്ടുനിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആളുകളൊക്കെ ഒത്തിരി രോഷാകുലയാവുന്നു. മന്ത്രിയും അനുയായികളും വീട്ടുകാരും എല്ലാവരും ഇത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. പളനിസ്വാമി ആ ടൈമിൽ തന്നെ മകളെ വിളിച്ചിട്ട് തൻ്റെ ഡ്രൈവറിൻ്റെ കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഈ ടൈമിൽ നമ്മുടെ വാദ്യാരെ ഒരുത്തൻ കുത്തുന്നുണ്ട്. അവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ വാദ്യാരെ രക്ഷിക്കാൻ ചെന്നാണ്. പക്ഷേ അവൻ ചതിച്ച് വാദ്യാരുടെ ബൈക്കിൽ കത്തി 3-4 തവണ കുത്തി. ഇത് നമ്മുടെ മഞ്ഞപ്പട എങ്ങനെയോ അറിഞ്ഞിട്ട് അവർ എത്രയും പെട്ടെന്ന് വാദ്യാരെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. പളനിസ്വാമി തന്നെ ചതിച്ചറിഞ്ഞിട്ട് ആ മന്ത്രിയുടെ PA ഒരാളെ വിളിച്ച് പറയുകയാണ്, നമ്മുടെ മന്ത്രിയും അതുപോലെ പളനിസ്വാമിയും അതുപോലെ തന്നെ അവളുടെ മകളെയും തീർത്തേക്കാൻ. പളനിസ്വാമിയും മകളും രക്ഷപ്പെട്ട കാറിലെ ഡ്രൈവർ ആ ഒരു ഗുണ്ടയുടെ ആളായിരുന്നു. അവൻ അപ്പം തന്നെ ഒരു വിദൂരമായ സ്ഥലത്ത് കൊണ്ടിട്ട് രണ്ടിനെയും വെടിവെച്ച് കൊല്ലുകയാണ്. വാദ്യാരെ കാണാനായിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും വാദ്യാർ ജീവൻ വെച്ചതറിഞ്ഞ് ആഘോഷിക്കുകയാണ്. ക്രിമിനൽസിനെ എല്ലാം പിടിക്കാൻ സഹായിച്ചത് വാദ്യാരാണെന്ന് ന്യൂസിലും പത്രത്തിലും എല്ലാം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. MGRൻ്റെ തിരിച്ചു വരവ് പോലെയാണ് ആളുകൾ അതിനെ ആഘോഷിച്ചത്. ആശുപത്രി വിട്ട് വരുന്ന ദിവസം ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നിട്ട് തന്നെ നമ്മുടെ രാമുവിൻ്റെ അടുത്ത് ആ വാദ്യാരുടെ കൺകെട്ട് മാസ്ക് കൊടുത്തിട്ട് പറയുന്നു, നീ ഇത് അണിഞ്ഞ് തന്നെ ആളുകളെ അഭിസംബോധന ചെയ്യണമെന്ന്. അങ്ങനെ MGRനെ പോലെ നമ്മുടെ രാമു അവിടെ വന്ന് എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു നല്ല എൻഡിങ്ങോട് കൂടിയാണ് ഈ സിനിമ ഇവിടെ തീരുന്നത്. ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അവസാനം നമ്മുടെ അപ്പൂപ്പൻ്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം നേരെ തിരിച്ച് സ്വർഗത്തിലേക്ക് പോവുകയാണ്. സോ ഇത്രയാണ് ഈ സിനിമയുടെ കഥ. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.